എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ കേളത്ത് ശ്രീ ആണ്ടാങ്കണ്ടം കതിരുവക്കം തറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇത് പൈനൂർ പെരുമാളുടെ ഉടമസ്ഥതയിലുള്ള ദേവസ്വത്തിന്റെ സ്ഥലമാണ്. ഇന്ന് നമ്മൾക്കറിയാം പൈനൂർ പെരുമാളുടെ നിറയാണ്. പൈനൂർ പെരുമാളുടെ കൊട്ടാരം നിറക്കുന്ന ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ നിറ ആരംഭിക്കുക. അതിന്റെ ഭാഗമായിട്ട് വളരെ അനുഷ്ഠാനപരമായിട്ട് ഇവിടെ കൃഷി ചെയ്ത ഇതൊക്കെ കൃഷി ചെയ്യാൻ അവകാശപ്പെട്ട കുടുംബങ്ങളുണ്ട്. അങ്ങനെ പൈനൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പല സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ്. അതിന് പല ആൾക്കും ആ ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ബന്ധമുണ്ട്. ആ അർത്ഥത്തിൽ ഇവിടെ വളരെ ഒരു പ്രത്യേക ദിവസം, നിശ്ചയിക്കപ്പെട്ട ദിവസമാണ് ഇവിടെ വിത്തിറക്കുക. ആ വിത്തിറക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഇവിടെ വിത്തിറക്കിയതിനു ശേഷം ഇന്നാണ് പൈനൂർ പെരുമാളുടെ കൊട്ടാരം നിറക്കാനുള്ള ദിവസമായിട്ട് വിധി പ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദിവസം ഇവിടെ ഈ ആണ്ടാങ്കണ്ടത്തിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ആളുകള് ഈ കതിര് ഒക്കെ നമ്മുടെ ഇവിടെ കൃഷി ചെയ്ത കതിരൊക്കെ കൊയ്തെടുത്ത് ഈ കതിരുവെക്കും തറ എന്ന് പറയുന്ന ഇവിടെ ആണ്ടാങ്കണ്ടം കതിരുവെക്കും തറ ഇവിടെ വെക്കും. അവിടെ വെച്ചിട്ട് ആളുകൾക്ക് കൊടുക്കും. അതിനുശേഷം ഇവിടെ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. അതിനുശേഷമാണ് നമ്മുടെ വളരെ ഭക്ത്യാദരപൂർവം നമ്മുടെ പൈനൂർ അമ്പലത്തിലേക്ക് പോവുക. ഈ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല മഴയായതുകൊണ്ട് ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള വിളവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ശക്തമായ മഴ കാരണം ഇവിടെയൊക്കെ വെള്ളം നിന്ന് പോയതിന്റെ അടിസ്ഥാനത്തിൽ കുറേയൊക്കെ വെള്ളത്തിൽ താഴ്ന്നു പോയിട്ടുണ്ട്. നല്ല കതിരുണ്ട്. എന്തായാലും ഇത് ആളുകളൊക്കെ വന്നിട്ട് വാങ്ങിച്ചു പോവുകയാണ്. എന്താണ് നിങ്ങളെ ഇത് ലൈവാണ്? എങ്ങനെയാണ് ഇത് നിങ്ങളെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും? വീട്ടിൽ കിട്ടും, അവിടെ നടക്കും അല്ലെ? പൈനൂർ പെരുമാളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ട്? അതാ ഹലോ, ഇതുമായി ബന്ധപ്പെട്ടവരല്ലേ? ഇത് നമ്മളിപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പടിഞ്ഞാറ്റ വീടിന്റെ പ്രധാന ഭാഗങ്ങളിൽ കിണറ്, അടുക്കള എന്നീ നിത്യജീവിതത്തില് എപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതലം ഒരു സ്ഥലത്തിൽ ഇത് കെട്ടിവെക്കും. ഇനി അടുത്ത കൊല്ലം നിറവരെ പൊലി അല്ലേ? ആയിക്കോട്ടെ. എന്തുണ്ട് നിങ്ങളെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതെ, അതാ പറയുന്നത്. ഓരോരോക്കെ അവകാശമില്ലേ? അവകാശമുണ്ട്. തറവാട്ടുകാർ അത് നമ്മുടെ തെക്കടോ മണിയാണി, 12 മണിയാണി എന്ന് മൂത്ത പൊതുവാള് അമ്പലത്തിൽ വന്ന് ചോദിക്കും. അപ്പം 12 നമ്മള് കാര്യം പറഞ്ഞിട്ട് നമ്മള് പെരുമാളെ കൊട്ടാരം നടക്കാൻ വേണ്ടി തെക്കടോ മണിയാണി കൊടുക്കും. ഇതൊരു ചടങ്ങാണ്. ഇന്നാണ് പൈനൂർ പെരുമാളുടെ കൊട്ടാരം നടക്കുക. അതോടുകൂടിയിട്ട് അവിടുന്ന് കുറെ നിങ്ങൾ കൊടുത്ത കതിരൊക്കെ അവിടുന്ന് കൊണ്ടുപോയിട്ട് നാട്ടുകാരൊക്കെ നടക്കും. ഇതാണ് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പറയാനുണ്ടാ? ശരി. ഇത് നമ്മളെ ഈ ചാല് കുറച്ച് ഇതായിപ്പോയി. നന്നായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിനല്ലേ? കുറച്ച് നശിച്ചുപോയി. ആയിക്കോട്ടെ. എന്തായാലും കിട്ടിയല്ല. അതല്ല കതിര് കണ്ടോ? നിങ്ങൾ കണ്ടോ കതിര് എന്ന് പറയാനുള്ളതാ? നിങ്ങള് തറവാട്ടുകാരനല്ലേ? നിങ്ങളാന്നല്ലോ ഇത് പറ. നമ്മളിത് നമ്മളന്ന് വിത്തിടുമ്പോ എടുത്തിനല്ല, പൂർവികരായിട്ട് ചെയ്തു പോകുന്ന ചടങ്ങാണ്. അതിൽ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു സംസാരം ഉണ്ടായി. അത് നമ്മളിത് കതിരി വെച്ചിട്ടാകുമ്പോ നമ്മള് പുറത്തിറങ്ങിക്കണം. അത് നമ്മൾ ഇത്രയും കാലം ഇല്ലാത്തൊരു ചടങ്ങാണ് അവര് വന്നിട്ട് പറഞ്ഞത്. ആര് പറഞ്ഞു അങ്ങനെ? നമ്മളെ പുറത്താക്കാന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് വന്നവരാണ് ഇത് പറഞ്ഞത്. അപ്പൊ അത് നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അവരായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവും അതിൽ പുറത്തിറങ്ങിക്കാൻ. നമ്മള് അംഗീകരിച്ചു കൊടുത്തില്ല. ആയിക്കോട്ടെ. അതൊക്കെ ശരിയല്ലല്ലോ. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പുതിയ ഇതിപ്പോ നമ്മള് നമ്മള് തറവാട് ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തില് ഇത് നിറ കെട്ടാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നതായിരുന്നു. ആയിക്കോട്ടെ.
ഏതായാലും ജോറായി നിങ്ങളുടെ നേതൃത്വത്തിൽ നമ്മളെ ഇവിടെ ഒരു കതിരൊക്കെ ഉണ്ടായിട്ട് പയ്യന്നൂരില് പെരുമാളുടെ കൊട്ടാരം നിറക്കാനും അതുപോലെ തന്നെ പയ്യന്നൂരിലെ നാട്ടുകാർ ഇവിടെ വീടുകളിൽ വിശ്വാസികളുടെ വീടുകളിൽ നിറക്കാൻ വേണ്ടി സാധിച്ച വലിയ സന്തോഷം തന്നെയാണ്. പരിസര ക്ഷേത്രങ്ങളിൽ അത് ശരി ശരി. പയ്യന്നൂര് അമ്പലത്തിന്റെ ഊർവലിക്കകത്തുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇന്ന് ഈ പയ്യന്നൂർ പെരുമാൾ ഇവിടുന്ന് കൊയ്തെടുത്ത നെൽക്കതിർ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ അവിടെയും നിറക്കാറ്. പയ്യന്നൂർ പെരുമാളിന്റെ കൊട്ടാരം നിറക്കും, അതുപോലെ തന്നെ അതും നിറക്കാറ്. അങ്ങനെയുള്ള വേറെ വിശുദ്ധമായ ഒരു ചടങ്ങാണ് ഇവിടെ. അതിൽ ഒരു കതിർ എനക്കേറണേ ഇടാ, അതുകൊണ്ട് കണ്ടില്ലേ നിങ്ങള് ഇത് വെള്ളത്തിലെ കുറച്ചായിപ്പോയി, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. നല്ല രീതിയിൽ ഇതൊക്കെ വളർന്നു വന്നിരുന്നു. മഴ ആധിക്യം കൊണ്ട് കുറച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നല്ലാതെ, എന്നാലും പയ്യന്നൂർ പെരുമാൾക്കും അതുപോലെ തന്നെ സമീപ ഊർബലിക്കകത്തുള്ള സ്ഥലത്തുള്ള ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ പയ്യന്നൂരിലെ വിശ്വാസി സമൂഹത്തിനും നിറക്കാൻ ആവശ്യമായ വിത്ത് കതിര് ഒരു പരിധിവരെ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങള് കാലാകാലങ്ങളിൽ ഇവിടുന്ന് ഒക്കെ കതിര് ലഭിക്കാതെ വരുന്ന സമയത്ത് പാലക്കാട് നിന്നൊക്കെ വാങ്ങിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് പയ്യന്നൂരിന് അപമാനമാണ്. പയ്യന്നൂർ പെരുമാളിനും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾക്കറിയാം, നമ്മളൊക്കെ കൃഷിക്കാരാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ അമ്പലത്തിന്റെ അധികൃതരോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറയാനുള്ളത്, പയ്യന്നൂർ പെരുമാളിനും അതുപോലെ തന്നെ പയ്യന്നൂരിന് നിറക്കാൻ ആവശ്യമായ എല്ലാ കതിരുകളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂരിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. പയ്യന്നൂരിൽ പെരുമാൾക്ക് ഒരുപാട് സ്ഥലമുണ്ട്, അതിലെ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ മാത്രമല്ല, ബന്ധപ്പെട്ട പെരുമാളുടെ അധീനത്തിലുള്ള സ്ഥലത്തും ഇത്തരം കൃഷികൾ നടത്തിയിട്ട് ആ കൃഷിയിൽ നിന്ന് വിളയിച്ചെടുത്ത വിത്തുകള് ഉപയോഗിച്ചുകൊണ്ട് കതിരുകൾ ഉപയോഗിച്ചുകൊണ്ട് പയ്യന്നൂരിന് നിറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. ഇതാണ് കതിരുവെക്കും തറ എന്ന് പറയുന്ന തറ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പയ്യന്നൂർ അമ്പലത്തിലും ചില കുറെ ആളുകള് ഇതുമായി കതിര് വാങ്ങിക്കാനും വീടുകളിൽ പോയിട്ട് നിറനിറ പൊലിപൊലി എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളെ നിറക്കാനും തയ്യാറാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതും പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം പങ്കുവെക്കും. ഈ പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.